ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാരൻറ്റും ഒരു കുട്ടിയും തമ്മിലുള്ള ചെറിയൊരു കണ്ടന്റ്. അതായത് കുട്ടിയുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അപ്പം നമ്മളുമായിട്ട് ആ ടൂറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടി വീട്ടിൽ വന്ന് സംസാരിക്കുന്നു. അതിന് പാരൻ്റ് നൽകുന്ന റിപ്ലൈ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് കേൾക്കുകയും പറയുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മളെക്കാൾ ഒരു പടി മുകളിലാവാനാണ് സാധ്യത. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കുട്ടികളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് നേരെ പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. സോ സമയം ഒട്ടും കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമ്മുടെ കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് പാരൻറ്റിനോട് പറയുകയാണ്, സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, എനിക്കും പോകണം. സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, എനിക്കും പോകണം. ഇതെങ്ങനെ? ഒരു പക്ഷേ കുട്ടി ചിലപ്പോൾ ഇത് ഇംഗ്ലീഷിലായിരിക്കും പറയുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എ ടൂർ ഈസ് ഗോയിങ് ഫ്രം സ്കൂൾ. എ ടൂർ ഈസ് ഗോയിങ് ഫ്രം സ്കൂൾ. ഐ വാണ്ട് ടു ഗോ ടു. എനിക്കും പോകണം. ഐ വാണ്ട് ടു ഗോ ടു. എനിക്കും പോകണം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ പാരൻ്റ് വീണ്ടും ഉണർന്നെണീറ്റു ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മുടെ പാരൻ്റ് തിരിച്ചു ചോദിക്കുക. എന്തൊക്കെ ചോദിക്കാം? എവിടേക്കാണ് പോകുന്നത്? എന്നാണ് പോകുന്നത്? അല്ലെങ്കിൽ എപ്പോഴാണ് പോകുന്നത്? എത്ര രൂപയാണ്? ഈ അറ്റ്ലീസ്റ്റ് ഈ 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു പാരൻ്റ് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. എന്തൊക്കെയാണ്? എവിടേക്കാണ് പോകുന്നത്? വെർ ആർ യു ഗോയിങ്? വെർ ആർ യു ഗോയിങ്? എവിടേക്കാണ് പോകുന്നത്? ഇനി അടുത്തത് എന്തായിരിക്കും? എപ്പോഴാണ് പോകുന്നത്? എപ്പോഴാണ് പോകുന്നത്? വെൻ ആർ യു ഗോയിങ്? വെൻ ആർ യു ഗോയിങ്? എപ്പോഴാണ് പോകുന്നത്? ഇനി അതുപോലെ എത്ര രൂപയാണ്? ഹൗ മച്ച് റുപ്പീസ്? ഹൗ മച്ച് റുപ്പീസ്? എത്ര രൂപയാണ്? ഈ 3 ചോദ്യങ്ങളും ഉറപ്പായിട്ടും നമ്മൾ ചോദിച്ചിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം വേണം അല്ലേ? ഇവിടെ ഞങ്ങൾ മൈസൂരാണ് പോകുന്നത്. ഞങ്ങൾ മൈസൂരാണ് പോകുന്നത്. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? വി ആർ ഗോയിങ് ടു മൈസൂർ. വി ആർ ഗോയിങ് ടു മൈസൂർ. ഞങ്ങൾ മൈസൂരേക്കാണ് പോകുന്നത്. ഇനി എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചു അല്ലേ? അടുത്ത ആഴ്ചയാണ് പോകുന്നത്. അടുത്ത ആഴ്ചയാണ് പോകുന്നത്. ഗോയിങ് നെക്സ്റ്റ് വീക്ക്. ഗോയിങ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയാണ് പോകുന്നത്. ഇനി എത്ര രൂപയാണെന്ന് നമ്മൾ നേരത്തെ ചോദിച്ചു. ഇവിടെ 3000 രൂപയാണ്. എങ്ങനെ പറയാം? 3000 റുപ്പീസ്. 3000 രൂപയാണ്. 3000 റുപ്പീസ്. ഇനി ഒരു പക്ഷേ ഈ ചോദ്യത്തിന് 2 ഉത്തരങ്ങൾ വരാം. ഒന്ന് എങ്ങനെ പറയാം? ഓക്കെ, നീ പോയിക്കോളൂ എന്ന് പറയാം. അതല്ലെങ്കിൽ എങ്ങനെ പറയാം? നീ പോകണ്ട, നീ ഇപ്പോൾ പോകണ്ട, അടുത്ത തവണ പോകാം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇവിടെ ആദ്യത്തേത് എങ്ങനെയാണെന്ന് നോക്കാം. ശരി, നീ പോയിക്കോളൂ എന്ന് പറയും. അതെങ്ങനെയായിരിക്കാം? ഓക്കെ യു ക്യാൻ ഗോ. ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ്? നീ ഈ വർഷം പോകണ്ട. നീ ഈ വർഷം പോകണ്ട, അടുത്ത തവണ പോകാം. നീ ഈ വർഷം പോകണ്ട, അടുത്ത തവണ പോകാം. യു ഡോണ്ട് ഗോ ദിസ് ഇയർ, ലെറ്റ്സ് ഗോ next time. You don't go this year, let's go next year. പതിവ് പാരൻസിൻ്റെ ഡയലോഗാണിത്. യു ഡോണ്ട് ഗോ ദിസ് ഇയർ, ലെറ്റ്സ് ഗോ നെക്സ്റ്റ് ടൈം. അതായത് ഈ വർഷം പോകണ്ട, അടുത്ത തവണ നോക്കാം, അല്ലെങ്കിൽ അടുത്ത തവണ പോകാം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആൻസർ വരാം. 1000 രൂപ അഡ്വാൻസ് കൊടുക്കണം. 1000 രൂപ അഡ്വാൻസ് കൊടുക്കണം. ഇതെങ്ങനെ പറയാം? 1000 should be paid in advance. 1000 should be paid in advance. 1000 രൂപ അഡ്വാൻസ് കൊടുക്കണം. 1000 should be paid in advance. ഓക്കെ, അപ്പം നമ്മുടെ പാരൻ്റ് അതിനുള്ള മറുപടിയാണ് പറയുന്നത്. എന്താണ്? അത് നാളെ കൊടുക്കാം. അത് നാളെ കൊടുക്കാം. എങ്ങനെ പറയാം? I can give it tomorrow. I can give it tomorrow. അത് ഞാൻ നാളെ തരാം, അല്ലെങ്കിൽ അത് ഞാൻ നാളെ കൊടുക്കാം എന്നൊക്കെ പറയാം അല്ലേ? I can give it
ടുമോറോ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ പാരൻറ്റ് ഒരു പക്ഷേ പറഞ്ഞേക്കാം, ഞാൻ നാളെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. നാളെ ഞാൻ സ്കൂളിലേക്ക് വരുന്നുണ്ട്. ഐ എം കമ്മിങ് ടു സ്കൂൾ ടുമോറോ. ഐ എം കമ്മിങ് ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. ഐ എം കമ്മിങ് ടു സ്കൂൾ ടുമോറോ. നമ്മുടെ കുട്ടി പറയാണ്, ശരി അച്ഛാ, നാളെ എപ്പോഴാണ് വരുന്നത്? ശരി അച്ഛാ, നാളെ എപ്പോഴാണ് വരുന്നത്? അപ്പോൾ ശരി അച്ഛ അല്ലെങ്കിൽ പപ്പ അല്ലെങ്കിൽ ഉപ്പ എന്ത് വേണമെങ്കിലും പറയാം. ശരി, നാളെ എപ്പോഴാണ് വരുന്നത്? ഓക്കെ ഡാഡ്. ഓക്കെ ഡാഡ്. ശരി അച്ഛ എന്ന് പറയില്ലേ? ഓക്കെ ഡാഡ്, വെൻ വിൽ യു കം ടുമോറോ? വെൻ വിൽ യു കം ടുമോറോ? നാളെ എപ്പോഴാണ് വരുന്നത്? വെൻ വിൽ യു കം ടുമോറോ? അപ്പം നമ്മുടെ ഫാദർ അതിനുള്ള റിപ്ലൈ കൊടുക്കും. എങ്ങനെ? നമുക്ക് നോക്കാം. എങ്ങനെ പറയാം? ലെറ്റ്സ് സീ. നമുക്ക് നോക്കാം. ഉച്ച കഴിഞ്ഞ് വരാം എന്നുള്ളത് എങ്ങനെ പറയാം? വെൽക്കം ആഫ്റ്റർനൂൺ. ഉച്ച കഴിഞ്ഞ് വരാം, വെൽക്കം ആഫ്റ്റർനൂൺ. ദെൻ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഹോം ടുഗെദർ. നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഹോം ടുഗെദർ. അപ്പം നമ്മുടെ കുട്ടി എന്ത് തിരിച്ച് പറയും? ഓക്കെ ഡാഡ്, ശരി അച്ഛ അല്ലെങ്കിൽ ശരി ഉപ്പ അല്ലെങ്കിൽ ശരി പപ്പ എന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെ പറയാം, ഓക്കെ ഡാഡ്. സോ നമ്മൾ വളരെ ചെറിയൊരു കണ്ടന്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച മിക്ക വീടുകളിലും വന്നിട്ടുണ്ടാകാം, ഇനി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ടൂറിൻ്റെ ഒക്കെ സീസണാണ്. അപ്പോൾ ഉടനെ തന്നെ, ഇതുവരെ വരാത്ത വീടുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്തൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും, അല്ലേ? നമ്മുടെ കുട്ടികൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് മീഡിയം, CBSE, കേരള സിലബസ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതേപോലെ തന്നെ ലാംഗ്വേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇന്നത്തെ സൊസൈറ്റിയിൽ വരും കാലങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊപ്പം നമ്മളും എന്ത് ചെയ്യണം? യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് നമ്മളും അതിനൊപ്പം മാറേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് മുന്നിലുള്ളത്. അപ്പം എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യവുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ കമൻസും നമുക്കുള്ള മോട്ടിവേഷനാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ചെയ്തേക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അതല്ലെങ്കിൽ ഒരു തംസപ്പ് എങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കേണ്ടതില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇനിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ദിസ് ഇസ് സൂര്യ സൈനിങ് ഓഫ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ബൈ.